ഞാൻ എന്നും നിന്റെ മാത്രം. ശേഖറും വേദികയും അവരുടെ മകളായ കാവ്യയും അമേരിക്കയിൽ കണ്ടുമുട്ടുന്നു. കഥ നമുക്ക് തുടരാം. നീണ്ട 17 വർഷത്തെ ഇടവേള ഉണ്ടായിരുന്നു അവർക്കിടയിൽ. വേദികയുടെ കണ്ണുകൾ ഇമകൾ പൂട്ടാതെ ശേഖറിൻ്റെ മുഖത്ത് തറച്ചു നിന്നു. കണ്ണുകളുടെ മിഴികൾ തളരുന്നത് പോലെ വേദിയേക്ക് തോന്നി. പ്രായവും കാലവും നൽകിയ ചുളിവുകളും മുറിവുകളും ശേഖറിൻ്റെ മുഖത്ത് പ്രകടമായിരുന്നു. ശേഖറിൻ്റെ ശരീരവും ക്ഷീണിച്ചിരിക്കുന്നു, കൂടാതെ കയ്യിൽ ഒരു വടിയും. വേദികയുടെ ഉള്ളിൽ കരച്ചിൽ വെമ്പുകയായിരുന്നു. കണ്ണുനീർ എപ്പോൾ പൊട്ടിയൊഴുകുമെന്ന് വേദികയ്ക്ക് അറിയില്ലായിരുന്നു. എന്നാലും കാവ്യയെയും ശേഖറിനെയും ഒരുമിച്ച് കണ്ടതിലുള്ള സന്തോഷം ദൈവത്തിന് നന്ദി പറഞ്ഞ് വേദിക കാവ്യയുടെ കയ്യിൽ പിടിച്ചു ശേഖറിൻ്റെ അടുത്ത് തന്നെ നിന്നു. ശേഖറിൻ്റെ മുടിയിഴകൾ നരച്ചിരിക്കുന്നു. ദുഃഖഭാരം പേറുന്ന കണ്ണുകൾ സദാ ആരെയോ തിരിയുന്നത് പോലുണ്ടായിരുന്നു. വേദിയേക്കറിയാം, ഒരുപക്ഷെ ഒരുപാട് നാളുകൾ ആ കണ്ണുകൾ അവളെ തന്നെ തേടി അലഞ്ഞിട്ടുണ്ടാകാം. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുവാൻ തുടങ്ങി. വേദിക 17 വർഷം മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാളും സുന്ദരിയായി ശേഖറിന് തോന്നി. പ്രായത്തിൻ്റെതായ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, എങ്കിലും അവൾ പഴയ വേദിക തന്നെ. അവരുടെ മനസ്സുകൾ വർഷങ്ങൾക്ക് പുറകിലേക്ക് ഓടിപ്പോയി. ഇരുവരും ഏറെ നേരം പരസ്പരം നോക്കി നിന്നു. ഒടുവിൽ കാവ്യ ഇടപെട്ടപ്പോഴാണ് രണ്ടുപേർക്കും വർത്തമാനത്തിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞത്. സുഖമല്ലേ വേദികയെ? ശേഖറിൻ്റെ കണ്ടമിടറിക്കൊണ്ട് ചോദ്യം വന്നു. യെസ്, നമ്മുടെ മോളെ കണ്ടില്ലേ? ശേഖർ എന്നോളം വലുതായിരിക്കുന്നു, വേദിക അഭിമാനത്തോടെ പറഞ്ഞു. ഉവ്വ്, വളരെ മിടുക്കിയാണവർ. ഫ്ലൈറ്റിൽ ഞങ്ങൾ കണ്ട് സംസാരിച്ചിരുന്നു. എന്നാൽ അവൾ എന്നോടൊന്നും നമ്മുടെ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞില്ല. അയാൾ കാവ്യയെ വാത്സ്യത്തോട് ചേർത്ത് പിടിച്ചു. വരൂ, നമുക്ക് മുന്നോട്ട് പോകാം. ബാക്കി കഥകൾ കാറിലിരുന്ന് പറയാം. ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് ഒരുപാട് പറയാനുണ്ട്. വേദിക കാവ്യയെയും ശേഖറിൻ്റെയും ബാഗുകൾ ട്രോളിൽ വെച്ച് കാറിനടുത്തേക്ക് നടന്നു. ശേഖർ, നമുക്ക് ഒരുമിച്ച് പോയാലോ? അല്ല, നിങ്ങൾ പോയിക്കോളൂ. എനിക്ക് ഹോട്ടലിൽ നിന്നും ആൾ വരും. നമുക്ക് കാണാം, യൂണിവേഴ്സിറ്റിയിൽ വെച്ച് കാണാം. ക്രിസ്മസിൻ്റെ തലേ ദിവസമായതിനാൽ വിദ്യാർത്ഥികളും അധ്യാപകരും ആഘോഷത്തിലാണ്. യൂണിവേഴ്സിറ്റിയിലെ കോളേജിൻ്റെ പ്രധാന മുറിയിൽ ഒരുപാട് പേർ കൂടുന്നു. ഓഡിറ്റോറിയത്തിൽ സ്ത്രീകളും ഒരുപാട് പുരുഷന്മാരും കുട്ടികളും നിറഞ്ഞിരിക്കുന്ന കാണാം. അവിടുത്തെ ഒരു പ്രഭാഷണത്തിൽ പങ്കെടുക്കുവാനാണ് ശേഖർ എത്തിയിരിക്കുന്നത്.
ഔപചാരികത എല്ലാം കഴിഞ്ഞ ശേഷം പ്രിൻസിപ്പാൾ മൈക്കിൾ ശേഖറിനെ സംസാരിക്കാൻ ക്ഷണിച്ചു. പ്രശസ്ത ഇന്ത്യൻ എഴുത്തുകാരൻ ഡോക്ടർ ശേഖറിനെ നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ ക്ഷണിച്ചുകൊള്ളുന്നു. സദസ്സിൽ നിന്നും കരഘോഷം മുഴങ്ങി. ഏറ്റവും മുന്നിലെ വരിയിൽ വേദികയും കാവ്യയും ഇരിക്കുന്നുണ്ട്. അവരുടെ കണ്ണുകളിൽ സന്തോഷം നിറഞ്ഞിരിക്കുന്നു. വാക്കിംഗ് സ്റ്റിക്കിൻ്റെ സഹായത്തോടെ ശേഖർ മൈക്കിനടുത്തേക്ക് എത്തി. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. എൻ്റെ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഇങ്ങനെ ഒരു അവസരം തന്ന യൂണിവേഴ്സിറ്റി അധികൃതരോട് എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. ഇവിടെയുള്ള എൻ്റെ പ്രിയപ്പെട്ട ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് എൻ്റെ പ്രത്യേകം അഭിനന്ദനം. എല്ലാവരോടും സ്നേഹം എന്നും എപ്പോഴും. നമ്മുടെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ പറയാനുണ്ട്. അതിവിടെ പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ മനസ്സിന് ഒരു സ്വസ്ഥതയും കിട്ടുകയില്ല. എഴുത്തുകാരനാകുന്നതിന് മുമ്പ് നിങ്ങളെയെല്ലാം അറിയുന്നതിന് മുൻപ് നിങ്ങൾക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായ കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരണമെന്ന്. 17 വർഷം മുമ്പ് എൻ്റെ ജീവിതത്തിലേക്ക് ഒരു തണുത്ത ഇളം കാറ്റ് പോലെ വന്ന് പിന്നീട് ഒരിക്കലും എന്നിലേക്ക് വീശാതെ പോയ വളരെ ഉലച്ചു കളഞ്ഞ ഒരാളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇന്നവൾ ഇവിടെയുണ്ട്. സദസ്സ് നിശബ്ദയായി അയാളെ കേട്ടിരുന്നു. നീണ്ട 17 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുന്നു. പ്രായത്തിൻ്റെയും കാലത്തിൻ്റെയും മാറ്റങ്ങൾ ഞങ്ങളിൽ വിടവുണ്ടാക്കിയെങ്കിലും വീണ്ടും ഞങ്ങളിവിടെ കാണുകയാണ്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വേദിക, ഞങ്ങളുടെ മകൾ കാവ്യ.